Hi everyone, welcome back to Zoology class. In our previous class, we studied that change in the genetic material leads to mutation. And there are many disorders or diseases which occur due to changed genes or chromosomes. That is, genetic material or DNA യിൽ വരുന്ന ചേഞ്ചസ് ആണ് മ്യൂട്ടേഷന് കാരണം. ഇങ്ങനെ ജീൻസ് ഓർ ക്രോമസോംസിൽ ചേഞ്ചസ് വന്നാൽ വരുന്ന ഡിസീസസ് ആണ് ജനറ്റിക് ഡിസീസസ് ഓർ genetic disorders. Genetic disorders can be divided into two types, Mendelian disorders and chromosomal disorders. Genetic disorders in രണ്ട് ടൈപ്പായി ക്ലാസിഫൈ ചെയ്യാം, Mendelian disorders and chromosomal disorders. Alterations or mutation in the gene causes Mendelian disorders. That is, the reason for Mendelian disorders is alteration or mutation in genes. ജീൻസിൽ നടക്കുന്ന ചേഞ്ചസ് കാരണം വരുന്ന ഡിസീസസ് ഓർ ഡിസോർഡേഴ്സ് ആണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. എക്സാമ്പിൾസ് ഫോർ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആർ ഹീമോഫീലിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നസ്, ഫീനൈൽ കീറ്റോന്യൂരിയ, തലാസെമിയ, എക്സെട്ര. All these disorders occur because of mutation in gene. And second type of genetic disorder, that is chromosomal disorder. Absence or excess or abnormal arrangement of one or more chromosomes leads to chromosomal disorders. That is, what is the reason for chromosomal disorder? Absence of chromosome or excess of chromosome or abnormal arrangement of one or more chromosome. Chromosome നമ്പറിലോ ക്രോമോസോമിൻ്റെ അറേഞ്ച്മെൻറ്റിലോ ചേഞ്ചസ് വന്നാൽ വരുന്ന ഡിസീസസ് ആണ് ക്രോമോസോമൽ ഡിസീസസ് ഓർ ക്രോമോസോമൽ ഡിസോർഡേഴ്സ്. ക്രോമോസോംസിൻ്റെ നമ്പർ കൂടിയാലോ ക്രോമോസോംസിൻ്റെ നമ്പർ കുറഞ്ഞാലോ അല്ലെങ്കിൽ ക്രോമോസോംസിൻ്റെ അറേഞ്ച്മെൻറ്റ് ചേഞ്ച് ചെയ്താലോ ക്രോമോസോമൽ ഡിസോർഡേഴ്സ് വരാം. എക്സാമ്പിൾസ് ഫോർ ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ആർ ഡൗൺസ് സിൻഡ്രോം, ടേണേഴ്സ് സിൻഡ്രോം, ക്ലിൻഫെൽട്ടേഴ്സ് സിൻഡ്രോം. So all these diseases occur because of change in chromosome number or change in chromosome arrangement. Now let us study about genetic disorders in detail. First we can study about Mendelian disorders. First let us study about hemophilia. Hemophilia is also called royal disease or bleeder's disease. Hemophilia royal disease എന്നും bleeder's disease എന്നും പറയും. Okay. The family pedigree of Queen Victoria shows many hemophilic descendants. So it is considered as a royal disease. Queen Victoria'യുടെ ഫാമിലിയിൽ ഒരുപാട് ഹീമോഫീലിയ അഫക്റ്റഡ് പേഴ്സൺസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഡിസീസിന് റോയൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബ്ലീഡേഴ്സ് ഡിസീസ്. വൈ ഇറ്റ് ഈസ് കോൾഡ് ബ്ലീഡേഴ്സ് ഡിസീസ്? ദാറ്റ് ഈസ് എ സിമ്പിൾ കട്ട് റിസൾട്ട്സ് ഇൻ നോൺ സ്റ്റോപ്പ് ബ്ലീഡിംഗ്. A symptom of this disease is continuous bleeding even from a simple cut or wound. എന്തുകൊണ്ടാണ് ഹീമോഫീലിയന് ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്? ചെറിയ ഒരു മുറിവുണ്ടായാൽ പോലും കണ്ടിന്യൂസ് ആയി ബ്ലഡ് വരുന്നത് കൊണ്ടാണ് ഡിസീസിന് ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. സോ ഹീമോഫീലിയൻ്റെ ഒരു സിംറ്റമാണ് എ സിമ്പിൾ കട്ട് ലീഡ്സ് ടു കണ്ടിന്യൂസ് ബ്ലീഡിംഗ്. ദെൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് കണ്ടിന്യൂസ് ബ്ലീഡിംഗ്? This disease occurs due to mutation of a single protein that helps in blood clotting. That is, because of mutation of single protein that helps in blood clotting. This protein is produced by a gene. Okay. There are many proteins that helps in blood clotting. If a single protein is affected, blood doesn't clot. Continuous bleeding occurs. So this is the reason for hemophilia. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. ബ്ലഡ് ക്ലോട്ടിംഗ് മീൻസ് രക്തം കട്ടപിടിക്കാൻ വേണ്ടി. ഓക്കെ, സോ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. അതിൽ ഒരു പ്രോട്ടീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തില്ല. ഹീമോഫീലിയൻ്റെ കാരണം ഇതാണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്രോട്ടീനിന് മ്യൂട്ടേഷൻ വരുന്നതാണ് റീസൺ ഫോർ ഹീമോഫീലിയ. ഹീമോഫീലിയ ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് because the protein which control blood clotting is located on sex chromosome, that is on X chromosome. ഹീമോഫീലിയ ഒരു സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസാണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്രോട്ടീൻ ഓർ ജീൻ ലൊക്കേറ്റ് ചെയ്യുന്നത് സെക്സ് ക്രോമോസോമിലാണ്, ദാറ്റ് ഈസ് എക്സ് ക്രോമോസോമിൻ്റെ മേലെ.
Capital H is the gene that controls protein synthesis, which helps in blood clotting. If capital H has undergone mutation and become small letter h, it leads to hemophilia. നമുക്കിത് റെപ്രസെൻ്റ് ചെയ്യാം, ലെറ്റേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യാം. ക്യാപിറ്റൽ എച്ച് ആണ് നോർമൽ ജീൻ. ഈ നോർമൽ ജീൻ നോർമൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ചെയ്യും. പക്ഷേ ഈ നോർമൽ ജീനിന് മ്യൂട്ടേഷൻ വന്ന് സ്മോൾ എച്ച് ആയി മാറിയാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല, ജീൻ മ്യൂട്ടേറ്റഡ് ആയി ഹീമോഫീലിയ വരും. ലെറ്റ് us check it. Okay, so XY means male. XY male chromosomes ആണ്. XX means female. XX female chromosomes ആണ്. XY വന്നാൽ മെയിൽ ആണ്. സോ എക്സ് ക്യാപിറ്റൽ എച്ച് വൈ വന്നാൽ നോർമൽ മെയിലാണ്. ക്യാപിറ്റൽ എച്ച് വന്നാൽ നോർമൽ ജീനാണ്, നോർമൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ചെയ്യും. എക്സ് ക്യാപിറ്റൽ എച്ച് വൈ മീൻസ് നോർമൽ മെയിൽ. നെക്സ്റ്റ് എക്സ് സ്മോൾ എച്ച് വൈ വന്നാൽ എന്തായിരിക്കും? സ്മോൾ എച്ച് ആണെങ്കിൽ മ്യൂട്ടേറ്റഡ് ജീനാണ്. സോ എക്സ് സ്മോൾ എച്ച് വൈ വന്നാൽ എഫക്റ്റഡ് മെയിലാണ്, ദാറ്റ് ഈസ് ഹീമോഫിലിക് മെയിലാണ്. നെക്സ്റ്റ് എക്സ് എക്സ് ഫീമെയിൽ ആണ്. സോ എക്സ് ക്യാപിറ്റൽ എച്ച് മീൻസ് വാട്ട്? ക്യാപിറ്റൽ എച്ച് ആണ് നോർമൽ ജീൻ, സോ നോർമൽ ഫീമെയിൽ. എക്സ് ക്യാപിറ്റൽ എച്ച് വന്നാൽ നോർമൽ ഫീമെയിൽ. ആൻഡ് ദെൻ എക്സ് സ്മോൾ എച്ച് സ്മോൾ എച്ച് മീൻസ് മ്യൂട്ടേറ്റഡ് ജീനാണ്, ദാറ്റ് ഈസ് എഫക്റ്റഡ് ഫീമെയിൽ ആയിരിക്കും. എക്സ് സ്മോൾ എച്ച് വന്നാൽ എഫക്റ്റഡ് ഫീമെയിൽ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ എക്സ് ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് വന്നാൽ വാട്ട് വിൽ ബി ദാറ്റ്? ക്യാപിറ്റൽ എച്ച് നോർമലാണ്, സ്മോൾ എച്ച് മ്യൂട്ടേറ്റഡ് ആണ്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ കാരിയർ ഫീമെയിൽസ് എന്ന് പറയും. ഓക്കെ, ഹെട്രോസൈഗസ് ആണ് ക്യാപിറ്റൽ എച്ച് ആൻഡ് സ്മോൾ എച്ച്, ദേ ആർ കോൾഡ് കാരിയർ ഫീമെയിൽസ്. ദാറ്റ് ഈസ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. ഹിയർ ദ ഫീമെയിൽസ് ആർ കാരിയർ, ദേ ക്യാരി ദ ജീൻ ടു നെക്സ്റ്റ് ജനറേഷൻ, ബട്ട് ദ ഫീമെയിൽ ഈസ് നോട്ട് എഫക്റ്റഡ്. ഇങ്ങനെയുള്ള ഫീമെയിൽസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഈ ജീന് പാസ് ചെയ്യും, പക്ഷേ ഫീമെയിൽസ് എഫക്റ്റഡ് ആയിരിക്കില്ല, ഹീമോഫിലിക് ആയിരിക്കില്ല. എക്സ് ക്യാപിറ്റൽ എച്ച് വൈ നോർമൽ മെയിൽ, എക്സ് സ്മോൾ എച്ച് വൈ എഫക്റ്റഡ് മെയിൽ, എക്സ് ക്യാപിറ്റൽ എച്ച് നോർമൽ ഫീമെയിൽ, എക്സ് സ്മോൾ എച്ച് എഫക്റ്റഡ് ഫീമെയിൽ, എക്സ് ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് കാരിയർ ഫീമെയിൽ. ഇനി എന്തുകൊണ്ടാണ് വൈ ക്രോമോസോമിൻ്റെ മേലെ ജീന് റെപ്രസെൻ്റ് ചെയ്യാത്തത്? ബിക്കോസ് ദിസ് ഈസ് ലൊക്കേറ്റഡ് ഓൺ എക്സ് ക്രോമോസോം ഓൺലി. ഈ ജീന് ലൊക്കേറ്റ് ചെയ്യുന്നത് എക്സ് ക്രോമോസോമിൻ്റെ മേലെയാണ്. ഓക്കെ, നൗ ലിസൺ ഹിയർ. ദ പോസിബിലിറ്റി ഓഫ് ഫീമെയിൽ ബിക്കമിങ് ഹീമോഫിലിക് ഈസ് റെയർ. ഫീമെയിൽ ഹീമോഫിലിക് ആവാനുള്ള ചാൻസ് റെയർ ആണ്. എന്തുകൊണ്ടായിരിക്കും? മദർ ഓഫ് സച്ച് ഫീമെയിൽ ഹാവ് ടു ബി എ കാരിയർ ആൻഡ് ഫാദർ ഷുഡ് ബി ഹീമോഫിലിക്. ഒരു ഫീമെയിൽ ഹീമോഫിലിക് ആവണമെങ്കിൽ ആ ഫീമെയിലിൻ്റെ മദർ കാരിയർ ആയിരിക്കണം, ഫാദർ ഹീമോഫിലിക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഫീമെയിൽ ഹീമോഫിലിക് ആവുകയുള്ളൂ. ദാറ്റ് ഈസ് മദർ ഓഫ് സച്ച് ഫീമെയിൽ ഹാവ് ടു ബി എ കാരിയർ ആൻഡ് ഫാദർ ഷുഡ് ബി എ ഹീമോഫിലിക്. ലെറ്റ് us check that. ഓക്കെ, ഫാദർ ഹീമോഫിലിക് ആയിരിക്കണം, മദർ കാരിയർ ആയിരിക്കണം. Hemophilic father means what is the genetic combination? X small h y, carrier mother X capital H X small h. Let us see what all gametes are produced. So father produce ചെയ്യുന്ന gametesൽ spermൽ ഏതൊക്കെ ജീൻസ് കാണാം? X small h and Y chromosome. മദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന gametes ഏതൊക്കെയാണ്? X capital H and X small h. നെക്സ്റ്റ് ഫെർട്ടിലൈസേഷൻ സമയത്ത് ഇത് രണ്ട് ഗാമെറ്റ്സ് ആണ് ഫെർട്ടിലൈസ് ചെയ്തതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? എക്സ് ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് കോമ്പിനേഷൻ ഈസ് ഫോമഡ്. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ കാരിയർ ആയിരിക്കും, ഫീമെയിൽ ആയിരിക്കും. എക്സ് ക്യാപിറ്റൽ എച്ച് ആൻഡ് എക്സ് സ്മോൾ എച്ച് കാരിയർ ഫീമെയിൽ ഫോം ചെയ്യും. നെക്സ്റ്റ് കേസ്, ഈ രണ്ട് ഗാമെറ്റ്സ് ആണ് ഫെർട്ടിലൈസേഷൻ നടന്നതെങ്കിൽ എക്സ് സ്മോൾ എച്ച് ഇൻഡിവിജ്വൽസ് ആർ ഫോമഡ്. That is hemophilic female form. X small h and X small h hemophilic female. ഇതുപോലെയാണ് ഫെർട്ടിലൈസേഷൻ എങ്കിൽ വാട്ട് ഈസ് ഫോമഡ് ഇൻ നെക്സ്റ്റ് ജനറേഷൻ? എക്സ് ക്യാപിറ്റൽ എച്ച് വൈ, ദാറ്റ് മീൻസ് നോർമൽ മെയിൽ. എക്സ് ക്യാപിറ്റൽ എച്ച് വൈ വന്നാൽ നോർമൽ മെയിലാണ്, സോ നോർമൽ മെയിൽ ഫോം ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ചാൻസ് ഈസ്
ഇതുപോലെയാണ് ഫെർട്ടിലൈസേഷൻ എങ്കിൽ എക്സ് സ്മോൾ എച്ച് വൈ കോമ്പിനേഷൻ വരും. ദാറ്റ് ഈസ് ഹീമോഫിലിക് മെയിൽ. എക്സ് സ്മോൾ എച്ച് വൈ വന്നാൽ ഹീമോഫിലിക് മെയിൽ. ആൻഡ് വാട്ട് യു അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ്, ഫീമെയിൽ ഹീമോഫിലിക് ആവണമെങ്കിൽ യു ക്യാൻ സീ ഹിയർ ഹീമോഫിലിക് ഫീമെയിൽ, റൈറ്റ്? സോ ഫീമെയിൽസ് ഹീമോഫിലിക് ആവണമെങ്കിൽ ഫാദർ ഷുഡ് ബി ഹീമോഫിലിക് ആൻഡ് മദർ ഷുഡ് ബി എ കാരിയർ. ഫാദർ ഹീമോഫിലിക് ആയിരിക്കണം, മദർ കാരിയർ ആയിരിക്കണം. Next Mendelian disorder is color blindness. It is also a sex-linked recessive disorder. Okay. Next disease ആണ് color blindness. Mendelian disorder ആണ് color blindness. ഇതും sex-linked recessive disease ആണ്. Color blindness results in failure to recognize red and green color. Red and green color തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് color blindness. There are certain cells in our eyes which helps in color vision, that is corn cells. നമുക്ക് കളർ വിഷന് സഹായിക്കുന്ന കണ്ണിൽ കാണുന്ന ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ആണ് കോൺ സെൽസ്. ആൻഡ് ദർ ആർ 3 types of corn cells which helps to detect red, green and blue colors. നമ്മുടെ കണ്ണിൽ 3 ടൈപ്പ് കോൺ സെൽസ് ഉണ്ട്. ഏതൊക്കെ കളർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ. ആൻഡ് റീസൺ ഫോർ കളർ ബ്ലൈൻഡ്നെസ് ഈസ് ഡിഫക്റ്റ് ഇൻ റെഡ് ഓർ ഗ്രീൻ കോൺ സെൽസ് ഓഫ് ദ ഐ. നമ്മുടെ കണ്ണിലുള്ള റെഡ് ഓർ ഗ്രീൻ കോൺ സെൽസിൽ ഡിഫക്റ്റ് വന്നാൽ കളർ ബ്ലൈൻഡ്നെസ് വരും. ദിസ് ഒക്യോസ് ബിക്കോസ് ഓഫ് മ്യൂട്ടേഷൻ ഇൻ ജീൻ. സോ ദ റീസൺ ഫോർ കളർ ബ്ലൈൻഡ്നെസ് ഈസ് ഡിഫക്റ്റ് ഇൻ റെഡ് ഓർ ഗ്രീൻ കോൺ സെൽസ് ഓഫ് ദ ഐ. Corn cells helps in color vision. So if there is defect in corn cell, this leads to color blindness. If a person is having color blindness, he is not able to discriminate between red and green color. ഒരാൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ റെഡും ഗ്രീൻ കളറും കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കില്ല. ഹി വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ റെഡ് ആൻഡ് ഗ്രീൻ കളർ. ഓക്കെ, സോ ഹി ഈസ് നോട്ട് ഏബിൾ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ റെഡ് ആൻഡ് ഗ്രീൻ കളർ. And reason for color blindness is mutation in gene present on X chromosome. So this is called a sex-linked disease. Okay. So color blindness inde karanam X chromosome il kanunna genes il varuna mutation aanu. Mutation in gene present on X chromosome leads to color blindness. Color blindness occurs in 8% of male and 0.4% of female. മെയിലാണ് കൂടുതലായി കളർ ബ്ലൈൻഡ്നെസ് കാണുന്നത്, ഫീമെയിൽസിൽ കുറവാണ്. ഇറ്റ് ഓക്യോസ് ഇൻ 8% ഓഫ് മെയിൽ ആൻഡ് 0.4% ഓഫ് ഫീമെയിൽ. എ ഡോട്ടർ വിൽ നോട്ട് ബി കളർ ബ്ലൈൻഡ് അൺലെസ് ഹെർ മദർ ഈസ് എ കാരിയർ ആൻഡ് ഫാദർ ഈസ് എ കളർ ബ്ലൈൻഡ്. സോ ദാറ്റ് മീൻസ് ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു ഡോട്ടർ കളർ ബ്ലൈൻഡ് ആവണമെങ്കിൽ മദർ ഷുഡ് ബി എ കാരിയർ ആൻഡ് ഫാദർ ഷുഡ് ബി എ കളർ ബ്ലൈൻഡ്. സോ നേരത്തെ ഹീമോഫീലിയൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ mother should be a carrier and father should be diseased. Then only the daughter will be diseased. Okay. Let us check the genotypes. X capital C Y means normal male. X small c Y means affected male, that is color blind male. X capital C means normal female. X small c means affected female, that is color blind female. X capital C, X small c means carrier female. ഇനി ക്രോസ് ചെയ്ത് നോക്കാം. ഫാദർ കളർ ബ്ലൈൻഡ് ആണ്, മദർ കാരിയർ ആണ്. കളർ ബ്ലൈൻഡ് ഫാദർ, വാട്ട് ഈസ് ദ ജീനോടൈപ്പ്? എക്സ് സ്മോൾ സി വൈ. ആൻഡ് ഫോർ കാരിയർ മദർ എക്സ് ക്യാപിറ്റൽ സി എക്സ് സ്മോൾ സി. ഇനി ഏതൊക്കെ ഗാമെറ്റ്സ് ആണെന്ന് നോക്കാം. ഫാദർ പ്രൊഡ്യൂസസ് 2 types of gamete, എക്സ് സ്മോൾ സി ആൻഡ് വൈ. മദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമെറ്റ്സ് എക്സ് ക്യാപിറ്റൽ സി ആൻഡ് എക്സ് സ്മോൾ സി. സോ ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഇതുപോലെ ഗാമെറ്റ്സ് ഫ്യൂസ് ചെയ്താൽ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ജനറേഷൻ? എക്സ് ക്യാപിറ്റൽ സി എക്സ് സ്മോൾ സി കോമ്പിനേഷൻ വരും. സോ ദാറ്റ് ഈസ് എ കാരിയർ ഫീമെയിൽ. എക്സ് ക്യാപിറ്റൽ സി എക്സ് സ്മോൾ സി കാരിയർ ഫീമെയിൽ ആണ്. ഇതുപോലെ ഗാമെറ്റ്സ് ഫ്യൂസ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ നെക്സ്റ്റ് ജനറേഷൻ? എക്സ് സ്മോൾ സി കോമ്പിനേഷൻ വരും. ദാറ്റ് ഈസ് കളർ ബ്ലൈൻഡ് ഫീമെയിൽ ഓർ കളർ ബ്ലൈൻഡ് ഡോട്ടർ. എക്സ് സ്മോൾ സി എക്സ് സ്മോൾ സി. ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ് വൺ? ഇതുപോലെയാണ് ഫെർട്ടിലൈസേഷൻ എങ്കിൽ ഇത് 2 ഗാമെറ്റ്സ് ഫ്യൂസ് ചെയ്താൽ ഏത് കോമ്പിനേഷൻ വരും? എക്സ് ക്യാപിറ്റൽ സി വൈ വരും. ദാറ്റ് ഈസ് നോർമൽ മെയിൽ. എക്സ് ക്യാപിറ്റൽ സി വൈ വന്നാൽ നോർമൽ മെയിൽ. ആൻഡ് ഇഫ് ദീസ് 2 gametes fertilize with each other,
what will happen? X small c y combination varum, that is color blind male. X small c y means color blind male. Here we have seen that color blind female is formed. Color blind female form ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്യണമെങ്കിൽ ഫാദർ കളർ ബ്ലൈൻഡ് ആയിരിക്കണം, മദർ കാരിയർ ആയിരിക്കണം. അണ്ടർസ്റ്റുഡ്? Today we discussed about genetic disorders. It is classified into Mendelian disorders and chromosomal disorders. Mendelian disorders le രണ്ട് examples discuss ചെയ്തു, hemophilia and color blindness. Both these disorders are sex linked recessive disorders.